നമുക്കെല്ലാവർക്കും മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടാവും അല്ലേ? പക്ഷേ പലപ്പോഴും അതിന് സാധിക്കാറുണ്ടാവില്ല. പുതിയ ആളുകളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ടാവില്ല. ചിലർ പിന്നെ നാച്ചുറലി വളരെ ലൈക്കബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കും. പക്ഷേ മറ്റു ചിലർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്കതിന് ചെറിയൊരു ഹെൽപ്പ് വേണ്ടി വരും. സോ അങ്ങനെയുള്ള ഒരു ഹെൽപ്പാണ് ഈ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളെ ഇഷ്ടമാവാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന 7 സൈക്കോളജിക്കൽ ട്രിക്സ് ആണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഹായ് ഓൾ, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ നമ്പർ 1, അഡ്മിറ്റ് ഫ്ലോസ്. നമുക്ക് എല്ലാവർക്കും പല കുറ്റവും കുറവുകളും ഒക്കെ ഉണ്ടാവും. നോ വൺ ഈസ് പെർഫെക്റ്റ്, റൈറ്റ്? പക്ഷേ ചില ആളുകൾക്ക് അവരുടെ ഈ കുറവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ സമ്മതിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ഇറ്റ്. ആളുകൾക്ക് സത്യസന്ധമായിട്ടുള്ളവരെ നല്ല ഇഷ്ടമാവും അല്ലേ? സോ ബി ഒത്തൻറ്റിക് എന്ന് വെച്ച് നാഴേക്ക് 40 വട്ടവും ഞാൻ അങ്ങനെയാണ്, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, ഞാൻ ബാഡാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. പകരം സിറ്റുവേഷൻ നോക്കുക, എന്നിട്ട് സംസാരിക്കുക. ബി ഒത്തൻറ്റിക്, ദാറ്റ്സ് ദ പോയിന്റ്. നിങ്ങളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആളല്ല എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആളുകൾക്ക് നിങ്ങളെ ഇഷ്ടമാവും. യു ബിക്കം മോർ ലൈക്കബിൾ. നമ്പർ 2, മിമിക് ബിഹേവിയേഴ്സ്. ഈ ഒരു ടെക്നിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ളവരുടെ ബോഡി ലാംഗ്വേജ് മിറർ ചെയ്യാം. അതായത് നിങ്ങളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളും കോപ്പി ചെയ്യാം. ഫോർ എക്സാമ്പിൾ, മറ്റേ ആൾ ചുമരിൽ ചാരി നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളും ചാരി നിൽക്കുക. അവർ കാല് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്രോസ് ചെയ്യുക. അവരെങ്ങനെയാണോ കൈ വെച്ചിട്ടുള്ളത് അതേപോലെ നിങ്ങളും വയ്ക്കുക. അങ്ങനെ അവരുടെ ബോഡി ലാംഗ്വേജിനെ മിറർ ചെയ്യുക. ബട്ട് ഓവറായിട്ട് ചെയ്യരുത്. ആ ഒരു കോൺവെർസേഷനിൽ ബ്ലെൻഡ് ആവുന്ന രീതിയിൽ ആ ഒരു ടോൺ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ബിക്കോസ് ഇത് മറ്റേ ആളുടെ ഉള്ളിൽ തോന്നിക്കും, ഈ ആള് എൻ്റെ ഒപ്പമുള്ള കോൺവെർസേഷൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന്. സോ യു ഓട്ടോമാറ്റിക്കലി ബിക്കം മോർ ലൈക്കബിൾ. സോ ഫ്രണ്ട്സ്, നമുക്കറിയാം ഇതുപോലെ നല്ല അറിവുകൾ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ബുക്ക് വായിക്കുക എന്നുള്ളത്. ബട്ട് പലർക്കും ഇന്ന് ബുക്ക് വായിക്കാനായിട്ട് അങ്ങനെ ടൈം കിട്ടാറില്ല. അത് സോൾവ് ചെയ്യാനാണ് ഓഡിയോ ബുക്സ്. നടക്കാൻ പോകുമ്പോഴും ജോയിങ്ങിന് പോകുമ്പോഴും കിച്ചണിലാവുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഓഡിയോ ബുക്സ് കേൾക്കാൻ പറ്റും. ടൈം നിങ്ങൾക്ക് കുറേ സേവ് ചെയ്യാൻ പറ്റും. സോ ഓഡിയോ ബുക്സ് കേൾക്കാനായിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് കുക്കു FM. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. ഇതിൽ ഒരുപാട് ഓഡിയോ ബുക്സ് അവൈലബിൾ ആണ് ആൻഡ് ബുക്ക് സമ്മറീസും. അതും മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, അങ്ങനെ ഇന്ത്യയിലെ മിക്ക ഭാഷകളിലും ഓഡിയോ ബുക്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ബുക്സ്, ബയോഗ്രഫീസ്, മോട്ടിവേഷണൽ ബുക്സ്, അങ്ങനെ വിവിധ കാറ്റഗറീസിലായിട്ട് ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്. എനിക്കതിൽ ഭയങ്കര ഇഷ്ടമായ കുറച്ച് ബുക്സാണ് അറ്റോമിക് ഹാബിറ്റ്സ്, ദ മിറാക്കിൾ മോർണിംഗ്, ദ പവർ ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. വളരെ വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലൊക്കെ പറയുന്നത്. സോ നിങ്ങൾക്ക് ഇതുപോലെ ഓഡിയോ ബുക്സ് കേൾക്കണമെങ്കിൽ കുക്കു FM യൂസ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ MEF50 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം പർച്ചേസ് ചെയ്യുന്ന 250 ആളുകൾക്ക് 50% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അതായത് ഒരു വർഷത്തേക്ക് കുക്കു FMൻ്റെ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് 399 രൂപയാണ്. ബട്ട് നിങ്ങൾ ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 199 രൂപയ്ക്ക് കിട്ടും. ഓർക്കുക, ഒരു മാസത്തേക്കല്ല, ഒരു വർഷത്തേക്കാണ് പറഞ്ഞത്. ഡെയിലി പുതിയ ബുക്സ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. സോ മസ്റ്റായിട്ടും ഒന്ന് ചെക്ക് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പർ 3, എംഫസൈസ് യുവർ സിമിലാരിറ്റീസ് ടു അതേഴ്സ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റണമെങ്കിൽ നിങ്ങൾക്കും ആ ആൾക്കും ഇടയിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിനെപ്പറ്റി സംസാരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഡ്രോയിങ് ഇഷ്ടമാണ്, മറ്റേ ആൾക്കും ഡ്രോയിങ് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഡ്രോയിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ശരിയല്ലേ? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാവല്ലോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ്, അതേപോലെ ആവും മറ്റേ ആൾക്കും. സോ നിങ്ങളുടെ 2 പേരുടെയും ഇൻട്രസ്റ്റ് കോമൺ ആയാൽ, സെയിം ആയാൽ, ദ കോൺവെർസേഷൻ വിൽ ബി സൂപ്പർബ്. നമ്പർ 4, ആസ്ക് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഒരാളോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അയാൾക്ക് മനസ്സിലാവും നിങ്ങൾ അയാളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന്. നിങ്ങൾ വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് അവർക്ക് മനസ്സിലാവും. നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അല്ലേ? സോ മറ്റൊരാളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അയാളെ പറ്റി ചോദിക്കുക. മേക്ക് ഇറ്റ് എബൌട്ട് ദം. ഓക്കെ. അതേപോലെ പല ആളുകളും കുറേ ഇങ്ങനെ സംസാരിച്ച് ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ പിന്നെ ചിന്തിക്കും, അയ്യോ ഇനിയിപ്പോൾ എന്താ പറയുക, ഒന്നും പറയാൻ കിട്ടണില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതേപോലെ അവർ ഒരു കാര്യം പറയുമ്പോൾ അത് കൊള്ളാലോ, ഡീറ്റെയിൽ ആയിട്ട് പറ എന്നൊക്കെ നിങ്ങൾ പറയാം. ഇറ്റ് വിൽ മേക്ക് ദാറ്റ് കോൺവെർസേഷൻ ഗോയിങ്. നമ്പർ 5, യൂസ് ഹ്യൂമർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല വലിയ സ്പീക്കേഴ്സും അവരുടെ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്
ഒരു ചെറിയ തമാശയൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമാശ കേൾക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മളുടെ മൈൻഡിനെ കൂടുതൽ റിലാക്സ്ഡ് ആക്കും. ആൻഡ് അതേപോലെ നെക്സ്റ്റ് അവരെന്താണ് പറയാൻ പോകുന്നത് അത് കേൾക്കാനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇൻട്രസ്റ്റ് വരികയും ചെയ്യും അല്ലേ. സോ സംസാരിക്കുമ്പോൾ കുറച്ച് തമാശയൊക്കെ പറയാം. പക്ഷേ ശ്രദ്ധിക്കുക, തമാശ ആ കോൺവെർസേഷൻ്റെ ഫ്ലോ അനുസരിച്ചിട്ടായിരിക്കണം. അല്ലാതെ നിങ്ങളെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് തമാശ പറയിപ്പിക്കരുത്. ദാറ്റ് മേ ബിക്കം ഇൻഅപ്രോപ്രിയേറ്റ്. നമ്പർ 6, ലിസൺ ഇൻറ്റെൻറ്റ്ലി. നമ്മൾ പറയുന്നത് മറ്റൊരാൾ കേൾക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ. അല്ലാതെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ നമുക്ക് അയാളോട് ഒരു ദേഷ്യം തോന്നും, റൈറ്റ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആക്റ്റീവ് ലിസണർ ആവുക. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് ശരിക്കും കേൾക്കുക. ഡോണ്ട് ജസ്റ്റ് ഹിയർ ബട്ട് ലിസൺ. ടോക്ക് ലെസ്, ലിസൺ മോർ. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുക. ഒരു റഫ് റേഷ്യോ പറയുകയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ 3 ഇരട്ടി കൂടുതൽ നിങ്ങൾ കേൾക്കുക. ഓക്കെ. നമ്പർ 7, ട്രീറ്റ് അക്വൈൻറ്റൻസസ് ലൈക്ക് ഗുഡ് ഫ്രണ്ട്സ്. 2ാം പ്രാവശ്യം നിങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ നിങ്ങളുടെ അടുത്തൊരു ഭയങ്കര ഫ്രണ്ടാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അവരുടെ പേരെടുത്ത് സംസാരിക്കുക. അവർ മുമ്പത്തെ കോൺവെർസേഷനിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുക. അതേപോലെ ആ സമയത്ത് വേറൊരു ഫ്രണ്ട് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ആ ഫ്രണ്ടിന് ഈ ആളെ പരിചയപ്പെടുത്തി കൊടുക്കുക. കഴിയുമെങ്കിൽ അവർക്കൊരു കോംപ്ലിമെൻറ്റ് കൊടുക്കുന്ന രീതിയിൽ പരിചയപ്പെടുത്തുക. ഫോർ എക്സാമ്പിൾ, ഇവനാണ് അഭിഷേക്, ഞങ്ങളുടെ കോളേജിൽ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ്. അങ്ങനെ അയാൾക്ക് കോംപ്ലിമെൻറ്റ് നൽകുന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് അയാളെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കും. സോ യെസ്, യു വിൽ ബി മോർ ലൈക്കബിൾ ടു ഹിം ഓർ ഹെർ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ഒരു ലൈക്കബിൾ ആയിട്ടുള്ള ആളാവാനായിട്ടുള്ള 7 സൈക്കോളജിക്കൽ ട്രിക്സ്. സെൽഫ് ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാനുള്ള 6 ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ലെഫ്റ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. നെഗറ്റീവ് തോട്ട്സ് എങ്ങനെ മാറ്റാം എന്ന് മനസ്സിലാക്കാനായിട്ട് റൈറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.